ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ LXIയും അതുപോലെ VXI മോഡൽസും പുതിയ പ്രൊസൈഡ് ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേരിയൻസ് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ 1.5 വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫീച്ചേഴ്സ് കുറവാണ്. പക്ഷേ അതിനകത്തൊക്കെ വിരലിലെണ്ണാവുന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ZXIയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വിരലിലെണ്ണാവുന്നതിൽ കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് എന്തായാലും ZXI 1.2 ടർബോയും 1.5 NA പെട്രോളും അതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും ഇതിലേതാണ് വാല്യൂ ഫോർ മണി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഡിസൈൻ വൈസ് എടുക്കുകയാണെങ്കിൽ അതായത് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിൽ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു മോഡൽ മുതലാണ് LED ഹെഡ് ലാംപ്സ്, LED DRLs തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സിൽവർ ഫിനിഷ്. താഴെ ബമ്പറിലാണെങ്കിലും കുറച്ച് സിൽവർ ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്. ഗ്രില്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പിൽ കിട്ടുന്ന പോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പിന്നെ LED ഫോഗ് ലാംപ്സ് അത് നമുക്ക് ഈ ഒരു മോഡലിലും കിട്ടില്ല. ZXI പ്ലസ്സിൽ മാത്രമാണ് അവർ LED ഫോഗ് ലാംപ്സ് കൊടുക്കുന്നത്. അത് ഇവിടെ മുതൽ കൊടുക്കായിരുന്നത് ഇവർക്ക് പണ്ടുള്ളൊരു പരിപാടിയാണ്. ഫോഗ് ലാംപ്സ് LED ആണെങ്കിൽ ടോപ്പിൽ മാത്രം കൊടുക്കുക എന്നുള്ളത്. ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് 16 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് VXI 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ഈ അലോയ്സ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് ടയർ സൈസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ടോപ്പിനുള്ള അതായത് 215 60 R16s ആണ് വരുന്നത്. മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്. ഫോൾഡിംഗ് ഫംഗ്ഷൻ നമുക്ക് VXI 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മുതൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഡോറിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു സിൽവർ ആക്സിൻ്റെ വരുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ZXI മുതലാണ്. പിന്നെ റൂഫ് റീൽസ് വരുന്നുണ്ട്, അതും ZXIയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സിൽവർ ഫിനിഷാണ്. ഷാഫിനാൻ്റെ ഇതിന് തൊട്ട് താഴത്തെ വേരിയൻറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവർ സൈഡും മറ്റേ കോ ഡ്രൈവർ സൈഡിലും റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഈ വണ്ടിയുടെ അലോയ്സ് എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഫുൾ ബ്ലാക്ക് കളറിൽ ചെറിയ വിയർഡായിട്ടുണ്ട്. വീൽസൊക്കെ പ്രത്യേകിച്ച് ഒരു ഇച്ചിരി ചെറുതായിട്ട് തോന്നും. അത് പേഴ്സണലി എനിക്ക് തോന്നിയായിരിക്കാം. എനിവേ നമുക്ക് അതല്ലാതെ റിയറിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ടെർബോ ആണെങ്കിൽ സൈഡിൽ നമുക്ക് ടെർബോയുടെ ബാഡ്ജ് കിട്ടും. പിന്നെ താഴത്തെ സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടും, അല്ലാത്ത പക്ഷം കിട്ടില്ല. കളർ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6-7 കളേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതായത് ഡ്യുവൽ ടോൺ കളേഴ്സ് എല്ലാ സാധനങ്ങളും, ഒരു കുറവും കളേഴ്സിൻ്റെ കാര്യത്തിലില്ല. ഇനി ഇൻറ്റീരിയറിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ജനറലി ZXI അത്യാവശ്യം ഒരു വെൽ എക്വിപ്ഡ് മോഡലായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ലേഔട്ട് ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അത്യാവശ്യം ആക്സെപ്റ്റബിൾ ആണ്. എന്തായാലും സ്റ്റിയറിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്. ഇതിൻ്റെ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. അത് 1.5 ഇല്ല. അതെന്തിനാ അവരെടുത്ത് കളഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ നമുക്ക് ഇൻസ്റ്റോൺ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ TFT ഡിസ്പ്ലേ ആണ് നടുവിൽ വരുന്നത്. VXIയിലും LXIയിലും മോണോക്രോം ഡിസ്പ്ലേ, സിംഗിൾ ഡിസ്പ്ലേ ആയിരിക്കും. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും 4.2 ഇഞ്ചസിൻ്റെ ആ ഒരു കളർ ഡിസ്പ്ലേ വരും. ബാക്കി സാധനങ്ങൾ സ്പീഡോമീറ്റർ, ഇൻസ്റ്റോൺ ലിസ്റ്റ്, അതായത് മറ്റേ ടാക്കോമീറ്റർ, അതെല്ലാം അനലോഗ് തന്നെയാണ്. അതിപ്പം എല്ലാ വേരിയൻസിലും അനലോഗ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് മറ്റേ മോണോ കളർ ആയിട്ടുള്ള ആംബിയൻ ലൈറ്റ്സ് ആഡ് ആയിട്ടുണ്ട്. വെള്ള മാത്രമേ ഉള്ളൂ. ടോപ്പിലേക്ക് വേണമെങ്കിൽ 64 കളേഴ്സ് വരും. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് ഫുട്വെൽ ലൈറ്റ് അല്ലെങ്കിൽ ഗ്ലോ ബോക്സ് ലൈറ്റ് ഒക്കെ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഇനി ഡോർ പാഡ്സിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ നമുക്ക് ഇവിടെ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. പവർ വിൻഡോസ് ഒക്കെ ബേസ് മോഡൽ പോലെ എല്ലാ ഇതിനകത്തുണ്ട്, എല്ലാ ഡോർസിലുണ്ട്. പിന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് അകത്ത് വരുമ്പോൾ ഇപ്പോൾ ക്രോം ആയിട്ടുണ്ട്. പിന്നെ ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു മാനുവൽ ഡൈനാറ്റ് എയർ വ്യൂം. പക്ഷേ ഇപ്രാവശ്യം സെൻട്രൽ നമുക്ക് ക്യാബിൻ ലാമ്പ് അതുപോലെ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിന് തൊട്ട് താഴത്തെ വേരിയൻസിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ സൺറൂഫ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. സംഭവം സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്, പക്ഷേ ടോപ്പ് എൻഡിലും ഇതേ സാധനം തന്നെയാണ് കിട്ടുന്നത്. ഫൈനലി അതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ 2.5 PM എയർ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എയർ പ്യൂരിഫയർ ഇല്ല, അത് ടോപ്പ് എൻഡിലേ ഉള്ളൂ. പക്ഷേ ഫിൽറ്റർ ഇതിനകത്തും ഉണ്ട്. ഇനി സ്ക്രീൻ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് 10.1 ഇഞ്ചസിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയ സ്ക്രീനാണ്, 7 ഇഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാലും VXI മോഡലിൽ നമുക്ക് ഈ സ്ക്രീൻ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. അറ്റ്ലീസ്റ്റ് പണ്ടത്തെ 9 ഇഞ്ചെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഏതായാലും ഓട്ടോ AC ഒക്കെ കിട്ടുന്നുണ്ട്. അത് പിന്നെ LXI മുതൽ 1 ലിറ്റർ ടർബോ എടുക്കാനൊക്കെ കിട്ടും. VXI മുതൽ എല്ലാ വേരിയൻസിലും കിട്ടും. വയർലെസ് ചാർജർ വിത്ത് കൂളിംഗ് പാഡ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 2 ട്വീറ്റേഴ്സ് നിങ്ങൾക്ക് 1 ലിറ്റർ മോഡൽ എടുക്കാനൊക്കെ കിട്ടും, മറ്റിനകത്തില്ല. ഫ്രണ്ട് സെൻറ്റർ ആംറെസ്റ്റ് അവർ ഈ ZXI മോഡലിൽ പോലും കൊടുത്തിട്ടില്ല. അത് വളരെ മോശമായി പോയി. ZXI പ്ലസ്സിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങനെയും കൊടുക്കണ്ടായിരുന്നു. റിയർ AC വൻസ് ഒക്കെ ബേസ് മോഡൽ തൊട്ട് ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് റിയർ സീറ്റിൽ 60-40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. ഓട്ടോ ഹെഡ് ലാംപ്സ് നിങ്ങൾ ഇതിൻ്റെ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ കിട്ടും. അതുപോലെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ കിട്ടും. 1.5 ഈ സാധനമൊന്നും വരുന്നില്ല. ഈവൻ 1 ലിറ്റർ മോഡൽ എടുത്താൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 1 ലിറ്റർ 1.5 തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റിങ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്തും ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ് വരുന്നത്. മറ്റേ വെന്റിലേഷൻ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് പോകണം. ബാക്കിലാണെങ്കിലും 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ തൊട്ടാണ് നമുക്ക് ബാക്കിലെ ആംറെസ്റ്റ് വന്നു തുടങ്ങുന്നത്. ബാക്കി ഒരു വേരിയൻസിലും സെൻറ്റർ ആംറെസ്റ്റ് കിട്ടുന്നതായിരിക്കില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ബാക്കി കിട്ടുന്ന പോലെ, അതായത് 6 എയർ ബാഗ്സ് ആയിക്കോട്ടെ, ABS with EBD, ESP വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗിന് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു മോഡലിലോട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്. നമുക്ക് ബ്രൗൺ ബ്ലാക്ക് അതുപോലെ ഗ്ലോസി ബ്ലാക്ക് അങ്ങനെ അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബേസിക് വേരിയൻസിലെല്ലാത്തിലും ഓൾ ബ്ലാക്ക് തീമാണ് വരുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആണ്.
ഫീച്ചേഴ്സൊക്കെ ഞാനിപ്പോൾ ഏകദേശം ഈ വേരിയൻറ്റിൽ കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ZXi പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒന്ന് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ ലെതർ സീറ്റ്സ് വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, 10.1 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരും, 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റ്സ് വരും, പിന്നെ ഓട്ടോ ഡിമിങ് എയർ ബീംസ്, ഫ്രണ്ടിൽ സെൻറ്റർ ആംറസ്റ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നിങ്ങൾ ഇനി ടോപ്പ് എൻഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നുള്ളൂ. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് നമുക്ക് 1.5 NA പെട്രോൾ വരുന്നുണ്ട്, 103 PS 137 Nm ടോർക്കാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റുന്ന 1 ലിറ്റർ ടർബോ പെട്രോളിൻ്റെ 6 സ്പീഡ് മാനുവലാണ്. അത് മാനുവൽ മാത്രമേ ഉള്ളൂ, ടോപ്പിൻ്റെ ആണെങ്കിലും മാനുവൽ മാത്രമേ ഉള്ളൂ. അത് 110 PS 170 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ടാക്സിൻ്റെ സംഭവം കാരണമാണ് ഇതിൻ്റെ 1 ലിറ്റർ മോഡലിന് പ്രൈസ് കുറഞ്ഞ് നിൽക്കുന്നത് നല്ലത്. കാരണം 1 ലിറ്ററിന് 18% എക്സൈസ് ഡ്യൂട്ടിയും നമ്മുടെ 1.5 ആണെങ്കിൽ അത് സബ്ഫോമീറ്റർ റൂൾസ് പാലിക്കാത്തതുകൊണ്ട് തന്നെ അതിൽ 40% എക്സൈസ് ഡ്യൂട്ടിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 1.5ന് കുറച്ചധികം വലിയ വില കൊടുക്കേണ്ടി വരും, അതും അധികം ഫീച്ചേഴ്സ് ഇല്ലാതെ. അവിടെയാണ് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഇച്ചിരി ലാഭമായിട്ട് 1 ലിറ്റർ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കരുത്. ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 1.5ലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാഭമെല്ലാം പോകും. ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏത് വേരിയൻസ് എടുക്കുന്നെങ്കിൽ 1.5ൻ്റെ ഫീച്ചേഴ്സ് ഉള്ളൂ, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കിന് എക്സ്ട്രാ ആയിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വരും, വേറെ സാധനങ്ങളൊന്നും കിട്ടില്ല. ഇനി പ്രൈസ് നിങ്ങൾക്ക് നോക്കാം. ZXiയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9.85 lakhs ആണ്. അതിൻ്റെ തന്നെ നമുക്ക് 1.5ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10.5 lakhsന് അടുത്താണ്. അതായത് 60,000 രൂപയുടെ അടുത്ത് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ 60,000 രൂപ, അതായത് ഓൺറോഡ് ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് മുകളിൽ കൂടുതൽ കൊടുത്താലും നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കുറവേ കിട്ടുള്ളൂ. ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 11.85 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 2 ലക്ഷം രൂപ നമ്മൾ 1 ലിറ്റർ മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. CNG വരുന്നുണ്ട്, അതും 11.5 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗൈൻ നമ്മൾ മറ്റേ വണ്ടി 1.5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 ലക്ഷം വരുന്നുള്ളൂ. പക്ഷേ 1 ലിറ്റർ വെച്ച് അല്ലാണ്ട് കമ്പയർ ആണെങ്കിൽ 1.65 lakhsന് അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ZXi പ്ലസിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1.3 lakhsന് അടുത്താണ് നമുക്കിവിടെ ഡിഫറൻസ് വരുന്നത്. ആൻഡ് അത് അഗൈൻ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഞാൻ നിർബന്ധിക്കില്ല. കാരണം അത് ഇത്തിരി പ്രൈസ് കൂടുതലാണ്. പിന്നെ ആ ഒരു പ്രൈസ് പോയിന്റിലേക്കൊക്കെ പോകുമ്പോഴേക്കും കൂടുതൽ ആൾക്കാരും ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്ത് തുടങ്ങും. ഓട്ടോമാറ്റിക് അഗൈൻ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൻ്റെ 1.5ൻ്റെ കൂടെ ഓട്ടോമാറ്റിക് വരുമ്പോഴേക്കും അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കോംബോ ഒന്നുമല്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ട് ഓടിച്ച് പോകും. വലിയ മൈലേജ് ഒന്നും കിട്ടില്ല. ഒരു ആവറേജ് മൈലേജ് ഒരു 10 to 12 റേഞ്ചൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ളൊരു ഡീസൻറ്റ് പവർ ട്രെയിനാണ്. 1 ലിറ്റർ ആണെങ്കിൽ നമ്മൾ ഹൈവേ ക്രൂസിങ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കിട്ടുക, ടർബോയുടെ റേഞ്ച് കയറ്റാതെ ഓടിക്കുകയാണെങ്കിൽ. മാനുവൽ എടുക്കുകയാണെങ്കിൽ 1.5 ആണെങ്കിലും വലിയ തിരക്കേടില്ലാത്ത മൈലേജ് കിട്ടും. അങ്ങനെ ഇതോടെ നമ്മുടെ ബ്രസയുടെ വേരിയൻസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. LXi, VXi, ZXi നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ZXi പ്ലസ് ഞാൻ പിന്നെ ഇനി എക്സ്ട്രാ ആയിട്ട് എടുത്ത് ചെയ്യുന്നില്ല, വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഇതിലെ എല്ലാ വേരിയൻസും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത്, അതുപോലെ 1 ലിറ്ററും 1.5 തമ്മിൽ ഇത്രയും പ്രൈസ് ഡിഫറൻസ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.